സംഗമത്തിൽ സർവകൃപാലുവായ ദൈവം എനിക്കും നൽകി തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഈ നെയ്യാർ ഡാമിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ച് തിരുവനന്തപുരം പട്ടണത്തിലെ വാത്സല്യ സഹോദരിമാർ ചേർന്ന് ഇതിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഈ മേഖലയുടെ LM-ൻ്റെ ഒക്കെ വളരെ ശക്തമായി എൻ്റെ ആത്മീയ പിതാവും എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ കുടുംബത്തെ മുഴുവനും ആത്മീയ ദിശയിലേക്ക് കൊണ്ടുവന്ന പ്രിയ TM മാമച്ചൻ പാസ്റ്ററുകൾ, ജോയിൻറ്റ് സെക്രട്ടറിയായി മേഖലയിലെ പ്രവർത്തിക്കുന്ന LM-ൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന എൻ്റെ ശുശ്രൂഷകൾക്കേറെ കൈത്താങ്ങൾ നൽകുന്ന പ്രിയ CM വത്സലദാസ് പാസ്റ്ററുകൾ, ജോയിൻറ്റ് ഡയറക്ടർ, ഇതിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന, എന്നെ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന പ്രിയ സിസ്റ്റർ മിനി ജോസഫ് അവറുകൾ, അതുപോലെ അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മറ്റുള്ള സഹോദരങ്ങൾ, മിനി വർഗീസ്, സഹോദരിമാർ, മറ്റുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ഈ മീറ്റിംഗ് വളരെ മനോഹരമായി അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന ഞങ്ങളുടെ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ ഡിസ്ട്രിക്ട് പാസ്റ്റർ അലോഷ്യസ് പാസ്റ്റർ അവറുകൾ, ഞങ്ങളുടെ വാത്സല്യ വിവിധ ദൈവദാസന്മാർ വിജയദാസ് പാസ്റ്റർ, റോബിൻസൺ പാസ്റ്റർ, ഞങ്ങളുടെ മാത്തുക്കുട്ടി പാസ്റ്റർ അവറുകൾ, ഇവരെല്ലാം ഡിസ്ട്രിക്ട് പാസ്റ്റർമാരാണ്. അതുപോലെ റോയ് പാസ്റ്റർ, വിനു പാസ്റ്റർ, എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. YP-യുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി എന്നോട് ചേർന്ന് YP-യിൽ കേരള സ്റ്റേറ്റിൻ്റെ സംസ്ഥാന ട്രഷററായി പ്രവർത്തിക്കുന്ന എൻ്റെ സ്നേഹിതൻ വൈജുമോൻ പാസ്റ്റർ അവറുകൾ, ഞങ്ങളുടെ YP-യുടെ കോർഡിനേറ്റർ രക്ഷാധികാരി സ്കറിയ പാസ്റ്റർ, ജോയൽ പാസ്റ്റർ, ഈ മേഖലയുടെ ഷിംഷൻ മാർട്ടിൻ പാസ്റ്റർ, പ്രിയ നിച്ചൽ റോയ് പാസ്റ്റർ, എല്ലാവരും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റുള്ള അനേക ദൈവദാസന്മാരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശേഷിച്ച് എനിക്ക് ഒത്തിരി സന്തോഷകരമായ ഒരു കാര്യം, ഇവിടെയുള്ള ഈ കൊയർ ടീമിനെ ഓർത്താണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നിങ്ങളൊരു അല്ലേലിയോ പറയുന്നില്ലല്ലോ. അസൂയയില്ലാത്തവരെല്ലാം ഒന്ന് കരമടിച്ചവരൊന്ന് അഭിനന്ദിച്ചാട്ടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ പ്ലാനുകളാണ്. സ്തോത്രം. അടുത്ത ഞാനിങ്ങനെ അറിഞ്ഞു ഒരു മേഖല കൺവെൻഷൻ വരാൻ പോകുന്നു എന്നുള്ളത്. സ്തോത്രം. അതിനൊക്കെ കൊയർ ആവശ്യമാണ്. ദൈവം അവരെ അതിനായി ഒരുക്കപ്പെടട്ടെ. ആമേൻ. എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങൾ പകരട്ടെ. സ്തോത്രം. ഈ LM രണ്ടായിട്ടായിരുന്നു, പക്ഷേ ഒന്നിച്ചു കൂടിയ ചില വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞ ഒരു നല്ല സംരംഭമാണ്. എന്തൊക്കെയോ ദൈവത്തിന് ചില പദ്ധതികളും പ്ലാനുകളുണ്ട്. നമ്മുടെ ഈ തിരുവനന്തപുരം പട്ടണത്തെ ഓർത്ത് ദൈവത്തിന് നാമത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഒന്നുമില്ലായ്മയുടെ നടുവിൽ ദൈവതമ്പുരാൻ ഇതുവരെ കൊണ്ടുവന്നെത്തിച്ച മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരുവനായിരുന്ന എന്നെ ദൈവസഭയുടെ നേതൃത്വത്തിലേക്ക് ശുശ്രൂഷ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൽ എന്നെ ക്ഷണിച്ചതിൽ എല്ലാം ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒട്ടും സമയം കളയുന്നില്ല. ഇനിയൊരു മെസ്സേജ് കൂടെ കർത്താവിൻ്റെ ദാസിയിൽ നിന്ന് കേൾക്കാനുണ്ട്. എന്നെ ചിന്തിച്ച ചെറിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ച് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവിനെ ശരണപ്പെടുന്നു. സകല മാനവ മഹത്വവും ദൈവത്തിന് ഞാൻ അർപ്പിച്ചുകൊണ്ട് കുറിവാക്യത്തിലേക്ക് വേഗം കടന്നു വരാം. സ്തോത്രം. പ്രിയ ബാബു ജോസഫ് പാസ്റ്ററെ ഓർത്ത ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം തൻ്റെ ദാസനെ മാനിക്കുമാറാകട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. നമുക്കെല്ലാവരും ഇതിനോടകം കാണാതെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളിനി ആരും ബൈബിൾ നോക്കണ്ട. എല്ലാവരും ശബ്ദം ഉയർത്തിയ ബൈബിൾ അന്ന് തുറക്കാതെ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ. ഈ ശബ്ദം പോരെ, ഇത് ഭാരത്തോട് പറയുന്ന സ്തോത്രം, ചിന്താകുലത്തോടെയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പറഞ്ഞേ, സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. സ്തോത്രം. ബൈബിളിലെ
അനുഗ്രഹിക്കപ്പെട്ട 60-ാമത്തെ പുസ്തകമാണ് ഈ പത്രോസിൻ്റെ ലേഖനം, 1 പത്രോസിൻ്റെ ലേഖനം ബൈബിളിലെ. സ്തോത്രം. പുതിയ നിയമത്തിലെ 21-ാമത്തെ പുസ്തകമാണ് ഈ പത്രോസിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. ആമേൻ. 21 ലേഖനങ്ങളിൽ പൊതുലേഖനങ്ങളായി, കാരാഗ്രഹ ലേഖനങ്ങളായി, ഇടയലേഖനങ്ങളായിട്ടൊക്കെ പറയുന്ന അനേക ലേഖനങ്ങളുണ്ട്. എന്നാൽ ഇത് പൊതുലേഖനത്തിൽപ്പെട്ടതാണ്. എബ്രായ ലേഖനം, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ, 8 ലേഖനങ്ങൾ പൊതുലേഖനങ്ങളായി വെളിപ്പെടുത്തുകയാണ്. പത്രോസിനെ കുറിച്ച് ബൈബിളിൽ 210 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പത്രോസിനെ കുറിച്ച് 210 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 162 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ എല്ലാ അപ്പോസ്തലന്മാരുടെയും കൂടെ ചേർത്ത് പത്രോസിനെയും പൗലോസിനെയും വിട്ടേച്ച് മറ്റുള്ള എല്ലാ അപ്പോസ്തലന്മാരുടെ എല്ലാം കൂടി ചേർത്ത് നോക്കിയാൽ 142 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് പത്രോസിനെ കുറിച്ചാണ്. 210 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് ശിഷ്യന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ യോഹന്നാനെ കുറിച്ച് പറയുന്നത് അവൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ്. പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനാണെന്ന്. എന്നാൽ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാണ്. പ്രത്യാശയുടെ അപ്പോസ്തലൻ. ഈ ലേഖനം എഴുതുവാനുണ്ടായ കാരണം കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക, പ്രത്യാശയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഞാൻ പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചു, എന്തെങ്കിലും ഭാരം ഉണ്ടായിട്ടുണ്ടോ പത്രോസേ? അപ്പോസ്തലനെ, അങ്ങേക്ക് എന്തെങ്കിലും ഭാരം ഉണ്ടായിട്ടുണ്ടോ? ദൈവം പറയും, എത്ര ഭാരങ്ങൾ ഉണ്ടായെന്നറിയാമോ? എനിക്ക് ഒത്തിരി ഭാരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 1-ാമത്തെ ഭാരം എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും കിടന്ന് അധ്വാനിച്ചതാണ്. എന്നിട്ട് ഒന്നും കിട്ടാതെ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് പറയുക, നിന്റെ പടകിലൊന്ന് കയറിക്കോട്ടെ എന്ന്. പടകിലൊന്ന് കയറുവാൻ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ എങ്കിലും ഞങ്ങൾ അങ്ങയുടെ വാക്കിന് വില ഇറക്കാവുന്നല്ല, ഞാൻ നിന്റെ വാക്കിന് വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ സകല വ്യാകുലവും ഭാരവും അങ്ങയുടെ മേൽ ഞാൻ ഇടുകയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഏത് ശൂന്യത, എൻ്റെ കണ്ണിൻ മുമ്പിൽ കാണാത്ത പലതും നിനക്ക് കാണാൻ കഴിയും. എൻ്റെ കണ്ണിൻ മുമ്പിൽ കാണാത്ത പലതും നിനക്ക് കാണാൻ കഴിയും. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് നടക്കാത്ത പലതും നിന്റെ ഒറ്റ വാക്കിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഭാരത്തോടിരിക്കുന്ന ജനത്തിൻ്റെ ഭാരം മാറ്റാൻ വേണ്ടിയാണ് ഈ LM-ന്റെ ക്യാമ്പ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സർവശക്തന്റെ തിരുസാന്നിധ്യം ചിലരുടെ ഭാരം പാടതയോ മാറ്റുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നമ്മുടെ ഭാരങ്ങളെ മാറ്റിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാമോ? നിരവധി ഭാരങ്ങൾ പത്രോസിനെടുത്ത് പറയാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് നീങ്ങുന്നില്ല. ഞാൻ 3 ഭാരങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. 1, മറ്റുള്ളവർ നമ്മുടെ മേൽ ചുമത്തപ്പെട്ട ഭാരം. മറ്റുള്ളവർ നമ്മുടെ മേൽ ചുമത്തപ്പെട്ട ഭാരം. WG ബാരറ്റ് എന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുകയാണ്, ഈ ഭാരത്തെ 3ആയി തിരിക്കാം. 1-ാമത്തെ ഭാരം തലയിലിരിക്കുന്ന ഭാരം, 2-ാമത്തെ ഭാരം ഹൃദയത്തിലിരിക്കുന്ന ഭാരം, 3-ാമത്തെ ഭാരം മനസ്സിലിരിക്കുന്ന ഭാരം. അപ്പോൾ ഹൃദയത്തിലിരിക്കുന്ന ഭാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സ്തോത്രം. ഞാനൊരു കുടുംബത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അത് വേറെ ആരുടെ കുടുംബമല്ല, ലേയുടെ കുടുംബത്തിലേക്ക് ചെല്ലുകയാണ്. ലേയെ അനിഷ്ടയെന്ന് ദൈവം കണ്ടു.
അനിഷ്ടയെന്ന് ദൈവം കണ്ടു. എന്ന് പറഞ്ഞാൽ അവളെ ആർക്കും ഇഷ്ടമില്ല. അനിഷ്ട എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തതാണ്. ഇഷ്ടമില്ലാത്തവളെ ദൈവം കണ്ടു. ആർക്കും അവളെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഭയങ്കര മനസ്സിന് ഭാരം. ഒന്ന്, ഈ വൈകല്യത്തിൻ്റെ ഒരു ഭാരം, കണ്ണിന് ശോഭ കുറഞ്ഞെന്നുള്ള ഒരു ഭാരം. ചിലർക്കൊക്കെ അങ്ങനെ അനുഭവിക്കാറുണ്ട്. ഞാൻ അനുഭവിച്ചതാ ഒത്തിരി. സ്തോത്രം. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആമേൻ. എനിക്ക് തോന്നുന്നു പാസ്റ്റായതിനു ശേഷം വെച്ചിട്ട് കളർ വെച്ചേ. സ്തോത്രം. നിങ്ങളാരും സ്തോത്രം പറയാറില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെല്ലാം സായിപ്പും മദാമയെ പോലെ ഇരിക്കുക കണ്ടപ്പോൾ. സ്തോത്രം. അപ്പോൾ കളറില്ലെന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. വെളുത്തവരുടെ അടുക്ക പോയി നിൽക്കാൻ തന്നെ എനിക്ക് അറപ്പായിരുന്നു പഠിക്കുന്ന കാലത്ത്. നിങ്ങളെപ്പോലെ ഒന്നും അല്ലായിരുന്നു. വളരെ കളർ കുറവായിരുന്നു. അങ്ങനെ ഒരു ഭാരം ലേക്കുണ്ടായിരുന്നു. കണ്ണിന് ശോഭ കുറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയൊരു മൂക്കൊരു വന്നാൽ അത് പിന്നെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത സഹോദരിമാരെവിടെ. ഉറക്കം എഴുന്നേറ്റ് ആദ്യം കണ്ണാടി കാണുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ആരൊക്കെ ചിലർ കൈ ഉയർത്തി പിന്നെ കൈ താഴ്ത്തി. സ്വത്രം പോട്ടെ. ആദ്യമൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് മുടിയൊക്കെ ചീകി പല്ലൊക്കെ തേച്ച് ഒക്കെ അടുക്കളയിൽ കയറുന്ന സഹോദരിമാരൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ നീറ്റായിട്ട്. ചിലർ കുളിച്ചിട്ട് കിച്ചണിൽ കയറുന്നവരും ഉണ്ട്. ആമേൻ. ചിലർക്കൊക്കെ അത് തീണ്ടിക്കൂടാ. അപ്പോൾ ഇവിടെ ഭയങ്കര വൈകല്യമുള്ള ഒരു അന്തരീക്ഷം. ഒന്ന്, ആ ഒരു ഫീലിംഗ് കിടക്കുക, ആ ഒരു ഭാരം കിടക്കുക. രണ്ട്, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭർത്താവോ ചോറ് ഇവിടെയും കൂറവിടെയും. മനസ്സിലായില്ലേ? ഇപ്പം എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു ഭർത്താവ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതിന് രൂപേൻ എന്ന പേരിട്ടു. ഇപ്പം എന്നെ സ്നേഹിക്കുമെന്നും പറഞ്ഞ് ആമേൻ ശിമയോൻ എന്ന പേരിട്ടു. അങ്ങനെ ലേവി, അങ്ങനെ യഹൂദ ഒക്കെ ഒത്തിരി ഉണ്ടാകും. പക്ഷേ എന്നിട്ടും ഈ മനുഷ്യന് ഒരു സ്നേഹവും ഇല്ല. കുഞ്ഞുങ്ങളുണ്ടായെങ്കിലും ഉണ്ടായിട്ടെങ്കിലും ഒരു സ്നേഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഒന്നുണ്ടായപ്പോൾ വിചാരിച്ചു ഇല്ല, രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ സ്നേഹം കൂടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സ്നേഹവും ഇല്ല. ഈ മനുഷ്യനെല്ലാം നോട്ടം മുഴുവൻ അങ്ങോട്ടാ, ചിന്ത മുഴുവൻ അങ്ങോട്ടാ. ആരാ? നമ്മുടെ ജേക്കപ്പച്ചാനെ നോട്ടം മുഴുവൻ അങ്ങോട്ടാ. സ്തോത്രം. പക്ഷേ നിങ്ങൾ കേൾക്കണം, ഈ ഭാരത്തിലും ഇരിക്കുമ്പോൾ, അത് മാത്രമല്ല, നിങ്ങൾ 30-ാം അധ്യായം വായിച്ചാൽ മതി. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തൻ്റെ സഹോദരിക്ക് മക്കളുണ്ടായെന്നറിഞ്ഞ് അസൂയപ്പെട്ടു യാക്കോബിനോട് ചോദിച്ചു, യജമാനനെ എനിക്ക് നീ മക്കളെ തരാത്തതെന്ത്? സഹോദരിക്കൊരു അസൂയയും ആരോടുണ്ട്? ലേയോട്. അപ്പം മനസ്സിലായല്ലോ, അവളുടെ പെരുമാറ്റവും രീതിയും ഒക്കെ ഒരു താല്പര്യമില്ലാതെ ഇങ്ങനെ ഒതുങ്ങി മാറി അടുക്കളയിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചവളെ സ്വർഗം അത് ഏറ്റെടുക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാർത്ഥതയോടെ ഇന്ന് പകലൊരു ദൂത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സകല വാതിലുകളും നിനക്ക് അടയപ്പെടുമ്പോഴാ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴാ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുവാനായിട്ട് കഴിയോ? അവൻ ഏതെങ്കിലും വഴി തുറന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വാതിൽ ദൈവത്തിൻ്റെത് തുറന്നിട്ടുണ്ടെങ്കിൽ, അത് എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞപ്പോഴാണ് ദൈവ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. എന്തോ ഗുണമുണ്ടായി. എല്ലാവരും തള്ളും തോറും ദൈവം തുറന്നുകൊണ്ടേയിരിക്കുന്നു. അത് 1 അത് 2 അത് 3 അത് 4 5 6 ആമേൻ വഴികൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആമേൻ, ആരൊക്കെ നിന്നെ തള്ളിക്കളയുന്നു അവരുടെ മുന്നിൽ ഉയർത്തുന്ന ദൈവം, ആര് നിന്നെ താഴ്ത്തിക്കളയുന്നു അവരുടെ മുന്നിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ആരും നിന്നെ അപമാനിക്കുന്നു അവരുടെ മുന്നിൽ ഉയർത്തുന്ന ദൈവം.
ചിലർ ഇന്ന് പകൽ രാത്രി ഫ്രീ ആകുകയാണ്. നിന്റെ ഭാരങ്ങൾ മാറിപ്പോകുകയാണ്. നിനക്കെതിരെ വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ അവർ കാണുക ചില അത്ഭുതങ്ങൾ ദൈവം തുറക്കുവാൻ പോകുകയാണ്. എന്താ ഗുണമുണ്ടായി? എന്താ ഗുണമുണ്ടായി? ഗോത്രപിതാക്കന്മാരുടെ ലിസ്റ്റ് നോക്കണം. ഈ ലേയുടെ ഗോത്രപിതാക്കന്മാര് 12 പേര്. ആ 12 പേരിലും 6 പേര് ലേയുടെ മക്കളാ. ഒരു സ്തോത്രം പറ. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ വചനത്താൽ ജയം. ഇനി അടുത്തൊരു ഗുണം കൂടെ പറയാം. ഈ റാഹേൽ മരിച്ചപ്പോഴേ വഴിയോരത്തിലാ മരിച്ചേ. പിതാക്കന്മാരുടെ കല്ലറയുമായിട്ട് 30 മൈൽ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ അടക്കം ചെയ്തില്ല. അവർക്ക് അടക്കം അവിടെ കിട്ടിയതുമില്ല. പക്ഷെ ലേയ മരിച്ചത് പിതാക്കന്മാരുടെ കല്ലറയുമായിട്ട് അകലം നോക്കിയാൽ 1000 മൈൽ അകലമുണ്ട്. 1000 മൈൽ അകലം. പക്ഷേ ലേയെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ പറയാം, ഇവിടെ സൗന്ദര്യമൊന്നും അല്ല വിഷയം, വിദ്യാഭ്യാസമല്ല വിഷയം, വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, കുടുംബ ശ്രേഷ്ഠതയല്ല വിഷയം. ഒറ്റപ്പെടുന്നവനെയും ബലഹീനനെയും ആമേൻ ഹല്ലേലൂയ ഭോഷത്വമുള്ളതിനെയും താങ്ങുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുകയാണ്. യേശു കർത്താവ് ഇറങ്ങി വന്നത് ദ്രോഹികളെയും പാപികളെയും ശത്രുക്കളെയും ബലഹീനരെയും ആമേൻ എൻ്റെ യേശു അന്വേഷിച്ചു വന്നു. ഹല്ലേലൂയ. നിന്നെ മാനിക്കാൻ പോകുക സഹോദരി. നിന്നെ ദേശത്ത് ദൈവം ഉയർത്താൻ പോകുക സഹോദരി. ദൈവം നിന്റെ മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. മനസ്സിലെ ഭാരം. ഹന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹന്നെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിട്ട് ദൈവം കൊടുത്ത തലമുറയുണ്ടല്ലോ, ദാൻ മുതൽ ബേർശബ വരെ അറിയപ്പെടുന്ന. ഞാൻ ഇന്ന് വാഹനത്തിൽ വരുന്ന വഴിക്ക് നമ്മുടെ 1-2 അധ്യാപകരുമായിട്ട് ഇത് ചർച്ച ചെയ്തു ഈ വിഷയം. ദാൻ മുതൽ ബേർശബ വരെയുള്ള വലിപ്പം എത്ര ദൂരമാണ്. അപ്പോൾ നമ്മുടെ വേദ പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞത്, ഇസ്രായേലിലുള്ള ഒരറ്റമാണ് ദാൻ, ഇസ്രായേലിലെ വേറൊരു അറ്റമാണ് ബെർഷേബ. എന്ന് പറഞ്ഞാൽ ഒരറ്റത്തുനിന്ന് അങ്ങറ്റം വരെ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഈ ശമൂവേൽ അറിയപ്പെടുന്നുള്ളതാണ്. ഭാരപ്പെട്ട വിഷയത്തിൻ്റെ മേലെല്ലാം തൻ്റെ തലമുറ ഏറ്റവും ഉയരപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. ഇനി ഞാനൊരു വാക്യം പറയാം, നിങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. ദാൻ യാക്കോബ് ഓരോ മക്കളെയും വിളിച്ച് ആലോചന പറയുമ്പോഴേ ദാനിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 49:17, ഉൽപ്പത്തി 49:17. വേഗം ഒന്ന് വായിച്ച് സഹായിക്കണേ. കേൾക്കുന്നുണ്ടോ? ദാൻ വഴിയിലൊരു പാമ്പ്, പാതയിൽ ഒരു സർപ്പവുമാകുകയാണ്. ദാനിനെ കുറിച്ച് പറയാണ്, വഴിയിലൊരു പാമ്പായി കിടക്കുകയാണ്, പിന്നെ പാതയിൽ ഒരു സർപ്പവുമായിരിക്കുകയാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ കുതികാല് കടിക്കുക. ഏതിൻ്റെ കുതികാല പറഞ്ഞു? കുതിരയുടെ കുതികാല്. അപ്പോൾ പുറത്ത് കയറിയവൻ മലർന്നു വീഴും. കേൾക്കണം, ഈ ദൂതെല്ലാവരും കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദാനിനെ കുറിച്ച് പറയുകയാണ്, വഴിയിൽ കിടക്കുന്ന പാമ്പ്, പാതയിൽ കിടക്കുന്ന സർപ്പം. ആരെങ്കിലും കയറി ഗമിക്കാൻ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ അവനെ കടിക്കും. അവന്റെ കുതികാലം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്ന യാത്രയെ തടസ്സപ്പെടുത്തും. രക്തത്താൽ ജയം.
ഞാനൊരു ദൂത് കൈമാറാൻ പോകുക. രക്തത്താൽ ജയം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കിട്ടിയ തലമുറയാണോ നിന്റെ ശമൂവേൽ? പ്രാർത്ഥിച്ച് കിട്ടിയ തലമുറയാണോ അവൻ? ബേർശേബ വരെ അറിയപ്പെടണമെങ്കിൽ ഈ ദാനിനെ ജയിച്ചേ പറ്റത്തുള്ളൂ. ദാനിൽ കിടപ്പുണ്ട് സർപ്പം, ദാനിൽ കിടപ്പുണ്ട് പാമ്പ്. അവൻ വഴിയിൽ അവന്റെ ഭാവിയെ തടഞ്ഞ്, നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ തടഞ്ഞ്, അവരുടെ വിദ്യാഭ്യാസത്തെ തടഞ്ഞ്, യാത്രയെ തടയുന്ന ദുഷ്ടവ്യാപാരത്തെ ജയിക്കാനുള്ള ഒരധികാരം. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒത്തിരി ഭാരപ്പെട്ടിട്ട, ഒത്തിരി വേദന സഹിച്ച, ഒത്തിരി നിന്ന സഹിച്ച, ഒത്തിരി ഭാരം അനുഭവിച്ച ആമേൻ ദൈവം നിനക്ക് തന്ന നന്മ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ഇതുവരെ എത്തിച്ചിട്ട് പിന്നത്തേതിൽ അവന്റെ യാത്രയെ തടഞ്ഞ്, അവളുടെ യാത്രയെ തടഞ്ഞ്, ഭാവിയെ തടഞ്ഞ്, വിവാഹത്തെ തടഞ്ഞ്, വിദ്യാഭ്യാസത്തെ തടഞ്ഞിരിക്കുന്ന ആരംഭത്തിൽ പോരാടുന്ന ആ പൈശാചിക മണ്ഡലത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വെട്ടുകയാ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ സ്റ്റേജിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ അഭിഷക്തന്മാരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. എന്റെ യേശു ക്രിസ്തു കാൽവരിയിൽ സാത്താന്റെ തലയെ തകർത്ത എന്റെ ആര്യനാഥന്റെ ശക്തിയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, പാമ്പുകളെ, തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ദൈവം നിന്റെ മേൽ നൽകിയിട്ടുണ്ട്. ഈ എല്ലമെന്റെ ക്യാമ്പ് വൃഥാവാകത്തില്ല, വൃഥാവാകത്തില്ല. കുറെ നാളുകളായി ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഒരുക്കപ്പെട്ടു വന്ന ഇതാ ഇന്ന് പകൽ തടയുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മാവിനാൽ ഞാൻ അഴിക്കുകയാണ്. ദൈവശക്തി ഇവിടെ വ്യാപരിക്കട്ടെ, ദൈവ കൃപ ഇവിടെ വ്യാപരിക്കട്ടെ. ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ഭാരം മറ്റുള്ളവർ നിന്റെ മേൽ ചുമത്തപ്പെട്ട ഭാരം. രണ്ടാമത്തെ ഭാരം നാം വരുത്തി വെച്ച ഭാരം. നാം വരുത്തി വെച്ച ഭാരം. ഒരിക്കല് ഈ ഇസ്ഹാക്കിന് 2 മക്കളാ. ഒന്ന് ഏശാവും, 2 യാക്കോബും. റിബേക്ക ഒരു കാര്യം ചെയ്തു. യാക്കോബ് വേഷം മാറി കാര്യങ്ങളൊക്കെ ചെയ്തു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ റിബേക്കയോട് ചോദിച്ചു, റിബേക്ക നീ എന്നാ ഇങ്ങനെ ചെയ്തേ? മൂത്ത മകനാണല്ലോ അനുഗ്രഹം വരേണ്ടത്, അപ്പൻ്റെ അനുഗ്രഹം. നീ എന്താണ് ഇളയ മകന് കൊടുക്കാനുള്ള തന്ത്രം മെനഞ്ഞേ? അപ്പോൾ ഈ റിബേക്ക പറയല്ലേ, പാസ്റ്ററേ ഈ 2 കുഞ്ഞുങ്ങൾ ഉദരത്തിൽ കടക്കുമ്പോൾ തന്നെ വാട്ടത്തം എന്നോട് ദൈവം പറഞ്ഞതാ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഞാൻ പറഞ്ഞു, റിബേക്കെ ദൈവം പറഞ്ഞതാണെങ്കിൽ അത് സമയമാകുമ്പോൾ നടക്കുമല്ലോ, നീ എന്തിനാ അതിനു മുമ്പേ കുറുക്കു വഴി അന്വേഷിക്കുന്നേ? ഹലോ, കേൾക്കുന്നുണ്ടോ? കുറുക്കു വഴി അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം. പിന്നെ ഒരു ദിവസം പോലും അവന് നിൽക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൻ്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു. സഹോദരന്മാർ തമ്മിൽ അങ്ങ് യുദ്ധത്തിലായി. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദത്തം കാണാനുള്ളവൾ ആ റിബേക്ക മരിച്ചപ്പോൾ, അമ്മ മരിച്ചപ്പോൾ യാക്കോബിന് പോലും വന്ന് കാണാൻ കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാം, സമയം കഴിഞ്ഞു പോയത് കൊണ്ട്, പലരും കടന്നങ്ങ് ശല്യപ്പെടുത്തുകയും ഞെരുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആമൻ നീ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യ്. ആമൻ യേശുവിൻ്റെ നാമത്തിൽ
പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ നീ എടുക്കുന്ന തീരുമാനം ആത്മീയമായ തീരുമാനമാണെങ്കിൽ ആ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കാൻ യേശുവിന്റെ നാമത്തിൽ ഒരു കുറുക്കു വഴി അന്വേഷിക്കാതെ നീ നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. മൂന്നാമത്തതുകൂടെ ശ്രദ്ധിക്കൂ. മൂന്നാമത്തതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുക. രക്തത്താൽ ജയം. മൂന്നാമത്തെ ഭാരം, ദൈവം അനുവദിച്ച ഭാരം. ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവം അനുവദിച്ച ഭാരം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുവദിച്ച ഭാരം. വേദപുസ്തകത്തിന് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ വ്യാകുലപ്പെട്ട് പ്രാർത്ഥിപ്പാൻ വേണ്ടി ഇതാ ഗെത്സമനിൽ വന്നിരിക്കുന്നു. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. പറഞ്ഞു. ദൈവം അനുവദിച്ച ചില ഭാരങ്ങളുണ്ട് കേട്ടോ, അതിന് ദൈവം നീക്കുപോക്ക് കൽപ്പിക്കും. പക്ഷേ പിടിച്ചു നിൽക്കണമല്ലോ, അതുവരെ പിടിച്ചു നിൽക്കണമല്ലോ. ആ ഭാരം ഇങ്ങനെ കൊണ്ട് നടക്കുക. അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം തുറന്നു. ദൈവത്തിൻ്റെ ഒരു ദൂതനെ യേശുവിൻ്റെ അടുക്കലേക്ക് അയച്ചു. യേശുവിനെ ശക്തിപ്പെടുത്തി. ശ്രദ്ധിക്കൂ. യേശുവിനെ ശക്തിപ്പെടുത്തി. ചില ഭാരങ്ങൾ ദൈവം അനുവദിച്ച ഭാരമുണ്ട്. അത് ചില വിടുതലുകൾ നടക്കുന്നത് വരെ, ചില കാര്യം നടക്കുന്നത് വരെ ദൈവം നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവം നിന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കും. എന്താ സംഭവിച്ചത്? ആകെ വ്യാകുലപ്പെട്ട് നിന്ന എൻ്റെ യേശു കർത്താവ് ഇതാ പിന്നത്തിൽ ഇറങ്ങി വന്നത്. ആ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നു, യേശുവിനെ പിടിക്കാൻ വന്ന പടയാളികളും ചേവകരും മഹാപുരോഹിതന്മാരും റോമൻ പടയാളികളുമായിട്ട് വാളും കുന്തവുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസറേനായ യേശു, അത് ഞാൻ തന്നെ. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ഈ ബലം എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തുനിന്ന് ദൂതൻ ഇറങ്ങി ശക്തീകരിച്ചതാ. ഈ ദിവസങ്ങളിൽ ദൈവം തന്നെ ബലപ്പെടുത്താൻ പോകുകയാ, ദൈവം തന്നെ ശക്തീകരിക്കാൻ പോകുകയാ. എൻ്റെ യേശുവിൻ്റെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോഴും ഒരു ക്ഷീണവുമില്ല, ധൈര്യത്തോടെ നിൽക്കുകയാ. ആണികൾ അടിക്കുമ്പോഴും മുൾക്കിരീടം വയ്ക്കുമ്പോഴും അവൻ വിലാപ്പുറത്ത് കുത്തുകൊള്ളുമ്പോഴും ആ വേദനയൊക്കെ സഹിപ്പാൻ അവൻ നിൽക്കുകയാ. എന്താണെന്നറിയാമോ? ദൈവം അനുവദിച്ച ഭാരമാണ്. ഇതിനൊരു മറുപടിയുണ്ട്. ദൈവം ഏറ്റവും ഉയർത്താൻ പോകുന്നു. ദൈവം ഏറ്റവും മാനിക്കാൻ പോകുന്നു. അല്പസമയങ്ങൾ ചേർന്ന് കരമടിച്ച് ആത്മാവിൽ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഭാരങ്ങൾ മാറുകയാണ്, ചില വേദനകൾ മാറുകയാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ചിലരുടെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ചുമത്തപ്പെട്ട ചില സഹോദരിമാരെ, നിന്റെ മേൽ ചുമത്തപ്പെട്ട ചില മനുഷ്യരുടെ ഭാരങ്ങൾ, നിന്റെ മേൽ ചുമത്തപ്പെട്ട ചില പൈശാചികന്റെ ചില ഭാരങ്ങൾ, കൂനിയായ സ്ത്രീയെ യേശു എഴുന്നേൽപ്പിച്ചതുപോലെ, രക്തസ്രാവ സ്ത്രീയെ യേശു സൗഖ്യമാക്കിയതുപോലെ, ചില ഭാരമാകുന്ന രോഗങ്ങൾ, ചില ഭാരമാകുന്ന കടഭാരങ്ങൾ, ചില ഭാരമാകുന്ന വേദനകൾ, കഷ്ടതകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. അവന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം, ഒരു നിയോഗം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും
എല്ലാ ഭാരങ്ങളും ചുമക്കും. എന്നും താങ്ങി എന്നെ നടത്തൂ. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമേ നിത്യോ. കർത്തൻ താൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമേ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ചില വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ്. ഞങ്ങളുടെ ഈ തിരുവനന്തപുരം മേഖലയിൽ ഞങ്ങളുടെ സഹോദരിമാരെല്ലാം ഒരുമിച്ച് കൂടി ഒരു നല്ലൊരു ആത്മീയ സംഗമം ഞങ്ങൾക്ക് തന്നല്ലോ അപ്പാ. കർത്താവേ, ഞങ്ങൾ നാളുകളായി അനുഭവിക്കുന്ന ചില ഭാരങ്ങളെ മാറ്റാൻ ദൈവ നിയോഗപ്രകാരം നല്ല കർത്താവേ ഒരു ടോപ്പിക്ക് ദൈവ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തൻ്റെ കുടുംബത്തിന് കർത്താവേ ഞങ്ങളുടെ വാത്സല്യ നേതൃത്വത്തിന് കൊടുത്തല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ഭാരങ്ങൾ മാറട്ടെ. ഭാരമായിരിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഭാരമായിരിക്കുന്ന ചില മക്കളുടെ വിഷയത്തിൽ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ഭാരമായിരിക്കുന്ന ചില അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ദൈവിക വിടുതൽ പരിശുദ്ധാത്മാവ് നൽകുമാറാകണം. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. സർവ്വാനുഗ്രഹങ്ങളും പകരണം യേശുവിൻ നാമത്തിൽ പിതാവേ. അവസരമൊരുക്കിയ കർത്തൃദാസൻ ഈ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഭാരവാഹികൾക്ക് നന്ദി പറയും. ദൈവം അനുഗ്രഹിക്കും.